ഈ ചെടി ഏതാണെന്നറിയോ? ഈ ചെടി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയാന്നല്ലേ പറഞ്ഞു തരാം. ഇതാണ് കരിപ്പട്ടിക്കള അല്ലെങ്കിൽ സോപ്പ് ബുഷ്. വനത്തിലെ മൃഗങ്ങൾക്കും മറ്റു ചെടികൾക്കും ഹാനികരമാവുന്ന അധിനിവേശ സസ്യമായ ഇവയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോസ്റ്ററിന്റെ ശാപം എന്നാണ് അറിയപ്പെടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മണലിൽ അകപ്പെട്ട വിത്തിൽ നിന്നാണ് പെരിയാർ ടൈഗർ റിസർവിൽ ഈ കുറ്റിച്ചെടി പടർന്നു പിടിച്ചത്. ഈ ഒരൊറ്റ ചെടി ആയിരക്കണക്കിന് വിത്തുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ പ്രദേശങ്ങളിൽ ഇവ പടർന്നു പിടിക്കും. അങ്ങനെ സസ്യപൂക്കളായ കാട്ടി, മ്ലാവ്, കേഴ തുടങ്ങിയ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലുകളും അടിക്കാടുകളും ഒന്നും തന്നെ വളരാതെയാവും. അങ്ങനെ അവ ആഹാരത്തിനായിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ചെറിയ വെളുത്ത പൂക്കളും പഴുത്താൽ ബ്ലൂബെറിയെ പോലെ തോന്നിക്കുന്ന കായ്കളുമാണ് ഇവയ്ക്കുള്ളത്. ഇതിനുള്ളിൽ മൃഗങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള ടാനിൻ എന്ന രാസവസ്തു ഉണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ഇത് ഭക്ഷ്യയോഗ്യമല്ല. ഈ കളയെ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. വനത്തിനുള്ളിൽ പറിച്ചു മാറ്റൽ മാത്രമാണ് ഏക പ്രതിവിധി. ഇങ്ങനെ മണ്ണിൽ മുട്ടി നിന്നാൽ ഇത് വീണ്ടും വളർന്നു വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ പറിച്ചതിന് ശേഷം ഇതിങ്ങനെ വേര് ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ, അതായത് മണ്ണിൽ മുട്ടാത്ത പരുവത്തിന് ഒക്കെയാണ് ചെയ്യാറ്. പെരിയാർ ടൈഗർ റിസർവിൽ ഇതിന്റെ ദോഷഫലം മനസ്സിലാക്കി നേച്ചർ ക്യാമ്പിന് വരുന്ന കുട്ടികളും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും സ്റ്റാഫുകളും ഒക്കെ തന്നെ കളനിർമ്മാർജ്ജന പരിപാടികൾ നടത്തി പരിസ്ഥിതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്ന യജ്ഞത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട്.